അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ പോലെയാണ്. അതായത് ട്രേഡിങ്ങിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ടൂളുകളുണ്ട് ട്രേഡിങ്ങിൽ. ഈ 3 ടൂളുകളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൂള് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. അതായത് ഫോറക്സ് ഫാക്ടറി എന്ന് പറയും. നമ്മളെല്ലാവരും ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. അതായത് നമുക്ക് എന്നത്തേക്കൊക്കെയാണ് ന്യൂസ് കാര്യങ്ങൾ വന്നൊക്കെ നോക്കാനായിട്ട്. ഇന്നിപ്പോൾ ഒരു ന്യൂസും കാര്യങ്ങളും ഇല്ലെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മളിവിടെ ഈ ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 1-ാം തീയതി അടുത്ത ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ആവുമല്ലോ. ഇപ്പോൾ 1-ാം തീയതി ക്ലിക്ക് ചെയ്തു. അപ്ലൈ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 1-ാം തീയതി നടക്കാൻ പോകുന്ന എല്ലാ ന്യൂസുകളും ഇപ്പൊ ബാങ്ക് ഹോളിഡേ ഉണ്ട് USDയിൽ. നമ്മുടെ ട്രേഡിങ് കാര്യങ്ങളിലൊക്കെ വോളിയം കുറച്ച് കുറവായിരിക്കുന്നുള്ളൂ. ഇതാണ് ആദ്യത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഫോറക്സ് ഫാക്ടറി എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഈ ഫോറക്സ് ഫാക്ടറി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേജർ ആയിട്ടുള്ള ന്യൂസുകൾ, ഇപ്പൊ നമുക്ക് പ്രീവിയസ് പോയിട്ടുള്ള ന്യൂസുകൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അതായത് നമ്മുടെ ഇന്നലത്തെ ന്യൂസുകൾ, ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു അല്ലേ, കണ്ടില്ലേ? ഈ കളറിൽ USD JPY ഈ കണ്ടോ? ഈ കളറിൽ വരുന്ന ന്യൂസുകളെല്ലാം ഒരു മീഡിയം ഇമ്പാക്റ്റ് ന്യൂസും, അതേപോലെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ഹൈ ഇമ്പാക്റ്റ് ന്യൂസുകളുമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ന്യൂസുകൾ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ 3 ടൂളിൽ നമുക്ക് ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ട് അനലൈസേഷനൊക്കെ മുമ്പ് നമ്മൾ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ന്യൂസുകളൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇന്ന് നാളെ എന്തെങ്കിലും ന്യൂസുകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയും. അതായത് ഇത് നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യുന്ന ടൂള്. അതായത് ഇത് നമുക്ക് നമ്മുടെ ചാർട്ട് അനലൈസേഷൻ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു ചാർട്ട് എടുക്കാം. ഞാനിപ്പോൾ USDയുടെ തന്നെ ഒരു ചാർട്ട് ഇൻഡെക്സ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് എങ്ങനെയാണ്. ലോഡ് ആവുന്നുണ്ട്, ലോഡ് ആവട്ടെന്ന്. ഓക്കെ, ഇതിപ്പോ ഡോളറിന്റെ US ഡോളറിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? US ഡോളറിന്റെ ഒരു ചാർട്ടാണ് ഈ കണ്ടത് നമ്മൾ. അപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് അനലൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ചാർട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെയിലി ചാർട്ട് അനലൈസേഷൻ ചെയ്യുന്നവരുണ്ട്, മന്ത്ലി, വീക്ക്ലി, പിന്നെ 4 അവർ ചാർട്ട്, 1 അവർ ചാർട്ട്, ഇങ്ങനെ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ചാർട്ടും 4 അവർ ചാർട്ടും 1 അവർ ചാർട്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി ക്ലോസിങ് കഴിയുമ്പോഴത്തേക്കും വീക്ക്ലി ചാർട്ടിൽ പ്രീവിയസ് വീക്കിൽ പോയിട്ടുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെക്കും. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂഷൻ ചെയ്യണതിന് മുമ്പ്, അതായത് ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ ഒരു സെല്ലോ ബയ്യോ ചെയ്യണതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാർട്ട് എന്താണെന്ന് അനലൈസ് ചെയ്യണോ അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഉള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ ടൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഈ ട്രേഡിങ്ങും ഒക്കെ ഒരു ഡിസിപ്ലിനും അടുക്കും ചിട്ടയൊക്കെ വരുത്തി വെക്കുന്നത് പോലെ. നമ്മൾ ഇന്നിപ്പോൾ ട്രേഡ് എടുത്തു, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ട്രേഡ് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡുകളുടെ ഫീഡ്ബാക്കുകൾ ചെക്ക് ചെയ്യും അല്ലെ? ട്രേഡുകൾ കഴിയുമ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ട്രേഡറെ സംബന്ധിച്ച് ആൾ എപ്പോഴും എന്ത് ചെയ്യും? ഒരു ജേണൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ മാനുവൽ ഒരു ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ ഒരു എക്സൽ ഉണ്ടാക്കി അത് ചെയ്യുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു ടൂള് പരിചയപ്പെടാം. ഇതാണ് ടൂള്. നോട്ടിയോ എന്നാണ് അവരുടെ പേര്. ഇതിൻ്റെ അകത്ത് എല്ലാ ടൂളുകളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഞാനിവിടെ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. തികച്ചും ഈ എല്ലാ ടൂളുകളും നമുക്ക് ഫ്രീ ആണ്. അപ്പം നമ്മൾ ഫ്രീ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക ട്രേഡിങ്ങിൻ്റെ. ഞാനിപ്പോൾ എൻ്റെ ട്രേഡിംഗ് ജേണലായിട്ട് ഇത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇന്നലെ ന്യൂയോർക്ക് ടൈമിൽ എടുത്തിരിക്കുന്ന എൻട്രി കാര്യങ്ങളായിരുന്നു. ഒരു $108 നമ്മളവിടെ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രേഡിങ്ങിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും. അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹോമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹോമിലേക്ക് ഇല്ല. അതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോമിൽ ഇവിടെ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും കുറേ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫ്യൂച്ചർ ടെംപ്ലേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റ് കിട്ടും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന പോലെ ഇപ്പം ഈ ട്രേഡിംഗ് ജേർണലിൻ്റെ ടെംപ്ലേറ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഗാലറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഏതൊക്കെ ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡേ ബൈ ഡേ ട്രേഡുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിവിടെ മഴ ആയതുകൊണ്ട് നെറ്റ് ഭയങ്കരമായിട്ട് ശോകമായിട്ടുണ്ട്. ഇതിപ്പോൾ കാണില്ല. ഞാനിതിപ്പോൾ ഇന്നലെ എടുത്ത ട്രേഡ്, ഓഗസ്റ്റ് 29 എടുത്ത ട്രേഡ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഓരോന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ചർ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൂള്. അപ്പം നമ്മൾ ഇത്രയും ടൂളുകൾ എന്തൊക്കെയാണ്, നെറ്റിയോ എന്ന് പറയുന്ന ടൂള്, പിന്നെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ടൂള്, ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന ടൂള്, ഈ 3 ടൂളും ആണ് നമുക്ക് ഒരു ട്രേഡറെ സംബന്ധിച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ 3 ടൂളുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നിങ്ങൾ മാർക്കറ്റ് അനലൈസിസ് ചെയ്യുക, ഡാറ്റ അനലൈസിസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അനലൈസിസ് കാര്യങ്ങളൊക്കെ വെക്കുക. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഫോറക്സ് ഫാക്ടറി പോവുക. ഫോറക്സ് ഫാക്ടറിയിൽ നടക്കാൻ പോകുന്ന ന്യൂസുകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ട്രേഡിംഗ് വീഡിയോ ചാർട്ട് വരിക, നമ്മുടെ ചാർട്ട് അനലൈസേഷനും കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾ ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര ട്രേഡ് എടുത്തു, ആ ട്രേഡുകളുടെ സകല ഡീറ്റെയിലും നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗാലറി എടുത്തിട്ട് നമ്മുടെ ഗാലറിയിൽ കാണാം, അല്ലേ? ഞാനെടുത്ത ട്രേഡ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ട്രേഡിൽ തന്നെ. അപ്പം ഇങ്ങനെ ചെയ്തു വെക്കുക. ഈ 3 നമ്മുടെ മേജറായിട്ട് നമ്മൾ നോക്കേണ്ട ടൂളുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം തിങ്കളാഴ്ച മാർക്കറ്റ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ന്യൂസ് എന്താണെന്ന് നോക്കുക, ട്രേഡിംഗ് വ്യൂ എന്ന ചാർട്ടിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, അനലൈസിസ് ചെയ്യുക മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ട്രേഡുകളെല്ലാം ക്ലോസ് ചെയ്ത് അന്നത്തെ ദിവസം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ജേണൽ പ്രിപ്പയർ ചെയ്യുക. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ കാര്യങ്ങളായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മളിനിപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ടഡ് അക്കൗണ്ട് സർവീസുകളും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ടഡ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പാസ്സാക്കി തരും. നിങ്ങൾ ഫേസ് 1 ഫേസ് 2 പാസ്സാക്കി ലൈവ് അക്കൗണ്ട് വരും. നിങ്ങൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് സർവീസ് എടുക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗവും കൂടിയാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഡെയിലി ഇടുന്ന ട്രേഡ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാണ്ട് നമ്മൾ ലൈവിൽ എടുക്കുന്ന ഓരോ ട്രേഡുകളും നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാകണമെന്ന് ആഗ്രഹമുള്ളവർ, ഇപ്പം നിങ്ങൾ ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മളത് ചെയ്തു തരും. അതുകൂടാണ്ട് നമ്മൾ നിങ്ങളെ ഒരു ലെവൽ എത്തുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ലൈഫ് ടൈം ആയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി നമ്മളിങ്ങനെ തുടങ്ങുന്നതേ ഉള്ള കാര്യങ്ങളൊക്കെ
അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും അത്യാവശ്യം നല്ല ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. 15ഓളം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ വരുന്ന വീഡിയോസുകളെല്ലാം കാണുക, നമ്മുടെ എപ്പിസോഡുകളൊക്കെ കാണുക. എപ്പിസോഡുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകണമല്ലോ കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടി സബ്സ്ക്രൈബർ വേണം, എന്നിട്ട് ഞാൻ എപ്പിസോഡുകളെല്ലാം അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളിതെല്ലാം കാണുക. അപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളും വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി കാണാം. അതേപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ റെഫറൽ ഐ ഡിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ഉള്ളത് നമ്മളതിന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് സർവീസും ചെയ്യും, ഫണ്ടഡ് അക്കൗണ്ട് സർവീസും ചെയ്യും. ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് കാര്യങ്ങളെല്ലാം അയക്കുക, ഡീറ്റെയിൽസൊക്കെ. അടുപ്പം നമ്മൾ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് അയക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പം സർവീസും കാര്യങ്ങളും എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാവുന്നതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക് യു ഓൾ.